ഏറ്റവും പ്രസാദിക്കുന്ന മൂർത്തികളിൽ ഏറ്റവും മുൻപനാണ് ഗണപതി. ഏറ്റുപറയുന്ന ദുഃഖങ്ങളെ ഏറ്റെടുത്ത് രക്ഷ നൽകുന്ന ഏകദന്തനും മഹാഗണപതി തന്നെ. ഏത്തമിട്ട് വണങ്ങുമ്പോൾ ഏതു ദുഃഖവും തീർത്തു നൽകും ശ്രീ മഹാഗണപതി. തുമ്പിക്കരം കൊണ്ട് ജീവിത തുമ്പങ്ങളെ നീക്കി സർവരക്ഷ ചെയ്യുവാൻ സിദ്ധിബുദ്ധി വിനായകൻ തന്നെയാണു രക്ഷ. ശ്രീ മഹാഗണപതി തന്നെയാണ് ആശ്രയം. മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ മടിയില്ലാതെ പ്രസാദിക്കുന്ന മഹാദേവ പുത്രനാണ് ശ്രീ മഹാഗണപതി. എഴുതപ്പെട്ട പുരാണങ്ങളിലെല്ലാം ഇതം പ്രഥമമായി വർണ്ണിക്കപ്പെട്ടതും മഹാഗണപതിയെ തന്നെ. ഇന്ദുകലമുടിയിൽ ചൂടിയ ശങ്കര ഭഗവാന് പൊന്മകനായി ലോകത്തിൽ വിഘ്നം തീർക്കുവാൻ പിറവികൊണ്ടതും മഹാഗണപതിയാണ്. ഗണങ്ങളുടെ അധിപനും സിദ്ധിബുദ്ധികളുടെ ഉറവിടവും മഹാഗണപതി തന്നെ. ശൈവശാക്തേയ വിശ്വാസങ്ങളിൽ പ്രഥമ പൂജനീയനായി മനോദുഃഖം തീർക്കുന്ന മംഗളമൂർത്തിയായി വാഴുന്നു മഹാഗണപതി. മഹാഗണപതിയെ കാണുവാൻ, മഹാഗണപതിയുടെ നാമം മുഴക്കി ഈ മഹാഘോഷയാത്രയിൽ അണിചേരുവാൻ ഓരോ ഭക്തമനസ്സിനും സ്വാഗതം. വിശ്വഭാരത സംസ്കാരത്തിന്റെ ആത്മവിശുദ്ധിയെ തൊട്ടുണർത്തി ഇതാ നാടിനെ ധന്യമാക്കി വന്നു ചേരുകയായി. അതെ, ജപിക്കുന്ന നാവുകൾക്കും ശ്രവിക്കുന്ന കാതുകൾക്കും ക്ഷിപ്രപ്രസാദിയാണ് മഹാഗണപതി. ഏതൊരു കർമ്മത്തിനും പ്രഥമാരാധ്യനും സിദ്ധിബുദ്ധിപ്രദായകനും ശ്രീ മഹാഗണപതി തന്നെ. വിഘ്നത്താൽ വലയുന്ന മനസ്സുകൾക്ക് രക്ഷകനായി വിനകൾ ഒഴിച്ചുവാടുന്ന മഹാഗണപതിയുടെ നാമം മണ്ണിന് സുഹൃതമായി നിറയുന്ന പുണ്യസുദിനമാണ്. അഖിലാണ്ട കോടികൾക്കും നാഥനാകുമ്പോഴും അച്ഛനമ്മമാരുടെ പ്രാധാന്യം പകർന്നു നൽകിയ ആ മഹാഗണപതിയെ മനസ്സിൽ സ്തുതിക്കാം. വിഘ്നങ്ങളും തടസ്സങ്ങളും നീങ്ങുവാൻ ആ തൃക്കാൽക്കൽ ഏത്തമിട്ടു നമിക്കാം. കറുകയും മുക്കുറ്റിയും മാലകെട്ടി സമർപ്പിച്ച് ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കാം.